ഓരോ വർഷവും ആവർത്തിക്കപ്പെടുന്ന ഹജ്ജ് കർമ്മം 4000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ബാബിലോണിയയിലെ ഊർ എന്ന പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കും ഭാര്യ ഹാജറിലേക്കും ചേർത്ത് വെക്കുന്ന ചരിത്രം വളരെ പുതുമയാർന്ന നമ്മുടെ കാലഘട്ടത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിൽ ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന വിശ്വാസിയായ മനുഷ്യർ ഇബ്രാഹിമായും ഇസ്മായിലായും ഹാജറയായും ചില പരിവേഷങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളാണ് എന്നായിരുന്നു പറഞ്ഞതിന്റെ മൊത്തം ചുരുക്കം. പരിശുദ്ധ കഅബാലയം ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ മനുഷ്യരാശിക്കുമുള്ള മാർഗദർശനവും അവരിൽ നിന്ന് സവിശേഷമായി വിശ്വാസി സമൂഹത്തിന് അല്ലാഹു അല്ലാത്ത ബാക്കി എല്ലാത്തിനെയും വെടിയാൻ കഴിയേണ്ട ശിർക്കിൽ നിന്ന് മുക്തമാകുന്ന ഒരു അവസ്ഥാവിശേഷത്തെയും ഉയർത്തിപ്പിടിക്കുന്നു എന്നതായിരുന്നു ഏറ്റവും ആദ്യത്തെ ഖുതുബയുടെ കാതലായ വശം. രണ്ടാമത് സഹോദരങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത് നിർഭയത്വമുള്ള ഒരു നാടിനെയും സമൂഹത്തെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ ആവിഷ്കാരത്തിന് വേണ്ടി എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു വിഭാഗത്തെ ഞാൻ ഈ ഭൂമിയിൽ നിലനിർത്തുന്നു എന്നുള്ള പ്രഖ്യാപനവുമാണ്. പരസ്പര പൂരകമായ രണ്ട് സംഗതികൾ. ഒന്ന് പ്രാർത്ഥനയാണെങ്കിൽ മറ്റൊന്ന് ആ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമാണ്, ആവിഷ്കാരമാണ്. ഇതായിരുന്നു രണ്ടാമത്തെ ഖുതുബയുടെ സാരാംശം. മൂന്നാമത്തെ ഖുതുബയിലൂടെ പറഞ്ഞു വെച്ചത് അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ നിലനിൽക്കാനുള്ള ഓരോ മനുഷ്യരും വ്യത്യസ്തമായ തലച്ചോറും വ്യത്യസ്തമായ ചിന്താഗതിയും വ്യത്യസ്തമായ ശരീരവും വ്യത്യസ്തമായ ആത്മാവുമായതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു സംവാദമുണ്ടാകും. ആ സംവാദത്തിലെ ഏറ്റവും കാതലായ മർമ്മപ്രധാനമായ ഒരു വിഷയം ആരാണ് അള്ളാഹു, എന്താണ് അള്ളാഹുവിന്റെ ദൗത്യം, അല്ലെങ്കിൽ ഒരു ദൈവ സങ്കല്പം എന്തായിരിക്കണം. അതിന്റെ ഏറ്റവും കൃത്യവും വ്യക്തവുമായ ഒരു വിശദാംശമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും നമ്രൂദും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ആകെത്തുക എന്ന് പറയുന്നത്. നാലാമത്തെ ഖുതുബയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് അബീബും ഇബ്രാഹിം, നിങ്ങളുടെ മാർഗം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണ്. സൂറത്തുൽ ഹജ്ജിന്റെ ഏറ്റവും അവസാനത്തെ സൂക്തം വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ട ക്രമപ്രകാരം ജിഹാദ് ചെയ്യുക. ഫലസ്തീനിന്റെയും ഗസയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ ചില വർത്തമാനങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഹജ്ജ് നമ്മോട് വിളിച്ചു പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചായിരുന്നു ഏറ്റവും ഒടുവിൽ സഹോദരങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത്. എന്തിനാണ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ ക്ലാസ് എടുക്കുന്നത് പോലെ ഓരോ ആഴ്ചയിലും ഓരോ അധ്യായങ്ങൾ പോലെ കൃത്യമായ ചില നിരീക്ഷണങ്ങളെ സഹോദരങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന
ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ്, ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഒരു മാസത്തിൽ ആ ആദരവിന്റെ ഏറ്റവും മൂർത്തമായ മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിരിക്കുന്ന ഈ സമയവും നമ്മളിരിക്കുന്ന ഈ മാസവും അള്ളാഹുവിങ്കിൽ ആദരിക്കപ്പെട്ട മാസമാണ്, അള്ളാഹുവിങ്കിൽ ആദരിക്കപ്പെട്ട സമയമാണ്. എന്തുകൊണ്ട് ആ സമയങ്ങളെ അള്ളാഹു ആദരിച്ചു എന്ന് ചോദിച്ചാൽ, എന്തിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു എന്ന് ചോദിച്ചാൽ, ഒരുപാട് വിശദാംശങ്ങൾ, ഒരുപാട് മറുപടികൾ അതിനെ സംബന്ധിച്ച് പറയാം. പക്ഷെ അതിലെ ഏറ്റവും സുതാര്യവും വ്യക്തവുമായ ഒരു മറുപടി എന്ന് പറയുന്നത് ഹജ്ജിന് വേണ്ടി അള്ളാഹുവിന്റെ അതിഥികൾ ഒരുമിച്ച് കൂടുന്നു എന്നത് തന്നെയാണ്. അള്ളാഹുവിന്റെ അതിഥികൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ അതിഥികളുടെ പ്രതിനിധികളായി ഭൂമിയിൽ പല ഭാഗങ്ങളിൽ നിലകൊള്ളുന്ന നമ്മളിലേക്ക് കൂടി ചേർത്ത് വെക്കേണ്ട ഒരു തിരി അല്ലെങ്കിൽ ഒരു വെളിച്ചം ഹജ്ജ് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ പറഞ്ഞു വെക്കുന്നതിനെ ഒരൊറ്റ വാക്കിൽ സൂചിപ്പിച്ചാൽ, കഴിഞ്ഞ ഖുതുബകളിൽ ഉടനീളം പറഞ്ഞു വെച്ചതിന്റെ ആകെ തുകയായ മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്നതാണ് എന്ന് വിലയിരുത്താൻ കഴിയും. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് നാം അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ, നിങ്ങൾക്ക് നാം 2 കണ്ണുകൾ നൽകിയിട്ടുണ്ട്, 2 ചുണ്ടുകൾ നൽകിയിട്ടുണ്ട്, നാവ് നൽകിയിട്ടുണ്ട്. എന്നല്ല, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നാം നൽകി. അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുക ഇപ്പോൾ എന്റെ ദൗത്യമല്ല, മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളും പ്രയോക്താക്കളും പ്രതിനിധികളുമാക്കി നിങ്ങൾ മാറ്റി എന്നുള്ളതാണ്. നിങ്ങൾ ഖലീഫമാരാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധികളാണ്. നിങ്ങളെ പ്രതിനിധികളാക്കി എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാർഗം ഇബ്രാഹിമി മില്ലത്ത് എന്ന ഒരൊറ്റ പദം കൊണ്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചു. വളരെ ദൗർഭാഗ്യകരമായ ഒരു വർത്തമാനം എന്താണ് എന്ന് ചോദിച്ചാൽ, മില്ലത്ത് ഇബ്രാഹിം എന്നത് വേണ്ട വിധത്തിൽ ഇന്നും ഉമ്മത്ത് മുസ്ലിമ പഠിച്ചിട്ടില്ല എന്നതാണ്. എന്താണ് മില്ലത്ത് ഇബ്രാഹിം? മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളാണോ? അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ ഞാൻ വിശദീകരിക്കാം. മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ കേവലം ഹജ്ജിന്റെ ഭാഗമായി ആരാധനയുടെ കർമ്മങ്ങളായി പഠിപ്പിക്കപ്പെട്ട ഭാഗങ്ങളല്ല. നമ്മൾ മില്ലത്ത് ഇബ്രാഹിം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? മറ്റാരോ അത് ഉപയോഗപ്പെടുത്തും, മറ്റാരെങ്കിലും അത് ഉപയോഗപ്പെടുത്തും. അത് ഗുണകരമോ ദോഷകരമോ ആകാം. ഈ പദം അങ്ങനെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടു പോയി എന്നതാണ് വസ്തുത. മില്ലത്ത് ഇബ്രാഹിം എന്നുള്ളത് ഉമ്മത്ത് മുസ്ലിമക്ക് വേണ്ടിയിട്ട് അള്ളാഹു നൽകിയ ഒരു പദമാണ്. പക്ഷെ ആഗോളതലത്തിൽ ഉമ്മത്ത് മുസ്ലിമ ഈ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന പദത്തിൽ നിന്ന് വഴിമാറിപ്പോയപ്പോ ഇസ്രയേലും UAE-യും ബഹ്റൈനും സുഡാനും മൊറോക്കോയും ചേർന്ന് ഇബ്രാഹിം അക്ബർ, അബ്രഹാം ഉടമ്പടികൾ എന്ന പേര് സ്വയം ഏറ്റെടുത്ത് കളഞ്ഞു. അത് ഏറ്റെടുക്കാനുള്ള എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത്? 2020 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കുറഞ്ഞ മാസ കാലയളവിനുള്ളിൽ
ഇസ്രയേലും UAE-യും സുഡാനും മൊറോക്കോയും ബഹ്റൈനും ചേർന്നുകൊണ്ട് അവരുടെ നയതന്ത്ര ബന്ധങ്ങളെ സുതാര്യമാക്കുന്നതിന്റെ സാധാരണ നിലയിലാക്കുന്നതിന്റെ ഭാഗമായി ഉടമ്പടികളുടെ ഒരു പരമ്പര തന്നെ രേഖപ്പെടുത്തി വെക്കുകയുണ്ടായി. ഈ രാഷ്ട്രങ്ങളെ ഓരോന്നിനെയും ചേർത്ത് വെച്ച ഉടമ്പടിക്ക് അവർ വിളിച്ച പേര് അബ്രഹാം അക്വേഡ് അല്ലെങ്കിൽ ഇബ്രാഹിം അക്വേഡ് എന്നാണ്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ പേരാണ് മില്ലത്തെ ഇബ്രാഹിം എന്നത്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഉമ്മത്ത് മുസ്ലിമയുടെ മാർഗമാണ് മില്ലത്തെ ഇബ്രാഹിം എന്നത്. അത് ചില രാഷ്ട്രങ്ങളുടെ നയതന്ത്ര ഉടമ്പടികളുടെ പേരായിട്ട് മാറിപ്പോയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞങ്ങളതെടുത്ത് ഉപയോഗിക്കും. എന്തിന്? ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഈ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് ചില നിരീക്ഷണങ്ങളുണ്ട്. നിങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണല്ലോ. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാതെ നമ്മൾ മാറ്റിവെക്കുന്ന പല സാധനങ്ങളുമില്ലേ? ആ പല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോ എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പോ കാടുകൂടി കിടന്ന് ചെളി പിടിച്ച് ക്ലാവ് പിടിച്ച് തുരുമ്പെടുത്ത് ചിലപ്പോൾ അത് സ്ക്രാപ്പ് കച്ചവടക്കാരൻ കൊണ്ടുപോകും. മില്ലത്തെ ഇബ്രാഹിം എന്നുള്ളത് ഈ ഉമ്മത്ത് മുസ്ലിമയുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു പദമാണ്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആ ഉടമ്പടികളെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഉടമ്പടികൾ നയതന്ത്രവുമായി ബന്ധപ്പെട്ടതാണ്, കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് നയതന്ത്രവുമായി ബന്ധപ്പെട്ട ഉടമ്പടികളിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, വർഷങ്ങളായി നിലനിൽക്കുന്ന രഹസ്യ ധാരണകളുടെയും രഹസ്യ സഹകരണത്തിന്റെയും ഒക്കെ ഇടങ്ങളിൽ നിന്ന് പരസ്യമായ ചില പ്രഖ്യാപനങ്ങളിലേക്ക് കാലെടുത്തു വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആ പരസ്യമായി കാലെടുത്തു വെക്കുന്നതിന്റെ പിന്നിൽ നിന്ന് ഇനി ആഗോളതലത്തിൽ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്ന ഒരു ഇബ്രാഹിമി മതം എന്ന സങ്കല്പത്തിലേക്ക് യഥാർത്ഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ കൂരാക്കൂരിട്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ വിഗ്രഹാരാധനകളുടെ നടുപ്പറമ്പിൽ നിന്ന് ആ കൂരിരുട്ടിനെ ഭേദിച്ച ഒരു തീജ്വാലയുമായി അല്ലെങ്കിൽ ഒരു ദീപശിഖയുമായി കടന്നു വന്ന പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ദീപശിഖയുമായി അദ്ദേഹം വെട്ടിത്തെളിച്ച വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കേണ്ട സമൂഹമാണ് ഉമ്മത്ത് മുസ്ലിമ. അവരുടെ കയ്യിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന ആ ദീപശിഖയിലൂടെ അവർ കാണുന്ന വെളിച്ചത്തിന്റെ പ്രഭാവത്തിന്റെ മാർഗമാണ് മില്ലത്തെ ഇബ്രാഹിം. പക്ഷെ ആ ദീപശിഖ നമ്മൾ എടുത്തിട്ടില്ലെങ്കിലോ, ആ വഴി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലോ, നമ്മൾ സഞ്ചരിക്കുന്ന വഴി മറ്റൊന്നായി മാറും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ സുദീർഘമായ പ്രാർത്ഥനകളുടെ ഒരു പരമ്പര വിശദീകരിക്കുന്ന ഭാഗമുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഓരോന്നിലും വ്യക്തി, കുടുംബ, സമൂഹ, രാഷ്ട്ര, സാംസ്കാരിക, നാഗരിക, വരാൻ പോകുന്ന തലമുറകൾ ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. അതിന്റെ ഒരു ആവിഷ്കാരത്തിലേക്ക് നടന്നെടുക്കുകയാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ചേർത്ത് വെച്ച സൂറത്തുൽ ബഖറയിലെ 130-ാമത്തെ സൂക്തം, ഈ ഇബ്രാഹീമിന്റെ മാർഗത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നവൻ സ്വയം വിഡ്ഢിയായവനാണ്. സ്വയം വിഡ്ഢിയായ മനുഷ്യനെ ഇബ്രാഹീമിന്റെ മാർഗത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ കഴിയൂ. കാരണം ഇബ്രാഹിം അത്രമേൽ യുക്തിഭദ്രമായ നിലയിൽ ഏകനായ അള്ളാഹുവിനെ കുറിച്ചുള്ള നിരീക്ഷണവും കാഴ്ചപ്പാടും മാനവരാശിയുടെ മുമ്പിൽ സമർപ്പിച്ച പ്രവാചകനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് നാഗരികതകൾ രൂപം കൊണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് സംസ്കാരങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. ആ നാഗരികതകളെയും സംസ്കാരങ്ങളെയും ഉയർത്തിപ്പിടിച്ച ആ പ്രവാചകന്റെ മാർഗത്തിൽ നിന്ന് ഉമ്മത്ത് മുസ്ലിമയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഞാനും നിങ്ങളും പഠിക്കേണ്ട പാഠം, ആരെങ്കിലും വഴിമാറിപ്പോകുന്നുവെങ്കിൽ സ്വയം വിഡ്ഢിയായ മനുഷ്യനെ അങ്ങനെ മാറിപ്പോകാൻ കഴിയും.
ബുദ്ധിയും ചിന്താശേഷിയും കഴിവും തന്റേടവും ആർജവവും ഉള്ള ഒരു മനുഷ്യന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല. കാരണം വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. അദ്ദേഹത്തെ നാം ഈ ഭൂമിയിൽ നാം തെരഞ്ഞെടുത്തിട്ടുണ്ട്. എങ്ങനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്? മറ്റാരെയും വിളിക്കാത്ത വിളിപ്പേരിലൂടെ, ഖലീലുള്ള എന്ന വിളിപ്പേരിലൂടെ ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്താണ് ഖലീൽ എന്നറിയോ? ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ക് നിറച്ചു വെച്ചവനാണ്. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം നിറച്ചു വെച്ചവനാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പാരമ്യതയിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ഓരോ പരീക്ഷണങ്ങളെയും മലർവാടികളായി മാറ്റാൻ കെൽപ്പുള്ള ഈമാൻ നേടിയെടുത്തവനാണ്. അപ്പോൾ പിന്നെ ആ പ്രവാചകനെ ഖലീലുള്ള എന്ന് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നല്ലാതെ മറ്റെന്ത് പേരിലാണ് വിശേഷിപ്പിക്കാൻ കഴിയുക? ആ പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. അദ്ദേഹം നാളെ പരലോകത്ത് സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ലളിതമായ ഒരു സംഗതിയിലേക്ക് വന്നാൽ എന്റെയും നിങ്ങളുടെയും 5 നേരത്തെ നമസ്കാരം, ആ നമസ്കാരങ്ങളെ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇബ്രാഹിമിയ സ്വലാത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാറുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുവേ, പ്രവാചകൻ മുഹമ്മദിന്റെയും മുഹമ്മദിന്റെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണം, അവർക്ക് നീ രക്ഷ കഴിയണം. ഏതുപോലെയാണ് രക്ഷ കഴിയേണ്ടത് എന്ന് ചോദിച്ചാൽ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹീമിനും ഇബ്രാഹീമിന്റെ കുടുംബത്തിനും രക്ഷ ചൊരിഞ്ഞതുപോലെ. മലയാള ഭാഷയിൽ മലയാള വ്യാകരണത്തിന്റെ കൂട്ടത്തിൽ ഉപമ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാണത്. ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുക. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞാൽ മന്നവേന്ദ്രന്റെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു, നല്ല പ്രശോഭിതമാണ്. എന്തിനോടാണ് ഉപമിച്ചത്? ഈ മുഖത്തേക്കാൾ എത്രയോ മടങ്ങ് പ്രകാശമാനമായ പ്രശോഭിതമായ ചന്ദ്രനോടാണ്. അപ്പോ ഒരു സാധനത്തെ മറ്റൊന്നിനോട് ഉപമിക്കണമെങ്കിൽ ഇതിനേക്കാൾ എത്രയോ മടങ്ങ് ഉയർന്നു നിൽക്കുന്നതിനോട് മാത്രമേ ഉപമിക്കാൻ കഴിയൂ. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. 5 നേരത്തെ നമസ്കാരങ്ങളിൽ നമ്മൾ നടത്തുന്നുണ്ട്. അതല്ലാത്ത പല സന്ദർഭങ്ങളിലും നമ്മൾ നടത്തുന്നുണ്ട്. ആ സ്വലാത്തിൽ നമ്മൾ പറയുന്നത് അള്ളാഹുവെ, അള്ളാഹുവിന്റെ റസൂലിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണം, രക്ഷ ചെയ്യണം. എങ്ങനെ? കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹീമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചതുപോലെ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോളം എത്തിയിട്ടില്ല എന്നല്ലേ അതിന്റെ ചുരുക്കം. അങ്ങനെയാണല്ലോ ഉപമയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഇനി പ്രിയമുള്ളവരെന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് മില്ലത്തെ ഇബ്രാഹിം? മില്ലത്തെ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ, നമ്മൾ തല ഉയർത്തിപ്പിടിച്ച ആകാശത്തിന്റെ ചുവട്ടിൽ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക പരിസരത്ത് ഏത് ദൗത്യമാണോ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ച് മുന്നോട്ട് പോയത്? കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി നീതിക്ക് വേണ്ടി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, മണ്ണിന്റെയും മനുഷ്യന്റെയും അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, മനുഷ്യരോട് കരുണ കാണിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി നമുക്കറിയാം ഏറ്റവും കൊടിയ ലൈംഗിക അരാജകത്വത്തിന്റെ, അശ്ലീലതയുടെ, സ്വവർഗാനുരാഗത്തിന്റെ, സ്വവർഗരതിയുടെ കൂത്തരങ്ങായി മാറിയ ഒരു സമൂഹത്തെ ശിക്ഷിക്കാൻ അല്ലാഹു തീരുമാനിക്കുന്നു. പക്ഷെ ആ ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ്
മുന്നറിയിപ്പുകാരായ 2 മാലാഖമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചു. വിശുദ്ധ ഖുർആൻ ആ ചരിത്രം നമുക്ക് സുപരിചിതമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഈ മലക്കുകൾ 2 പേരും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞങ്ങൾ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിലേക്ക്, സദൂം ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്, ആ സമൂഹത്തെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന തങ്ങളുടെ ദൗത്യം ബോധ്യപ്പെടുത്തിയപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നത്, പടച്ചവനെ ഒരവസരം കൂടി അവർക്ക് കൊടുത്തുകൂടെ എന്നാണ്. ഏത് സമൂഹത്തിന്? ലൈംഗിക അരാജകത്വത്തിന്റെ കൂത്തരങ്ങായി മാറി ശിക്ഷക്ക് അർഹരായി മാറിയ സമൂഹത്തിന് പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് തർക്കിച്ചു കളഞ്ഞു. ഒരവസരം കൂടി കൊടുത്തുകൂടെ? അവർക്ക് നന്നാവാനുള്ള അവസരം കൊടുത്തുകൂടെ? പക്ഷെ അവസരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ ചോദ്യം ഉയർന്നത് എന്ന് മാത്രം. ഞാൻ പറഞ്ഞത്, തന്റെ ജനതയുടെ നേരെ തികഞ്ഞ ആർദ്രതയുടെയും കാരുണ്യത്തിന്റെയും വർത്തമാനം കൊണ്ട് അദ്ദേഹം പങ്കുവെക്കുന്നു. വിശ്വാസികളോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്നുണ്ട്. വിഭവങ്ങൾ ആവശ്യപ്പെട്ടപ്പോ അള്ളാഹുവിനോട് ചോദിച്ചൊരു ചോദ്യം, എല്ലാവർക്കും കൊടുക്കേണ്ട, വിശ്വസിച്ചവർക്ക് കൊടുത്താൽ മതി എന്നതാണ്. ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരുത്തി, അല്ല, വിഭവങ്ങൾ ഞാൻ കൊടുക്കുമ്പോ വായുവും വെള്ളവും അന്നം ആരോഗ്യം ഈ ഭൂമിയിലെ വിഭവങ്ങൾ ഞാൻ കൊടുക്കുമ്പോ അവൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നത് എന്റെ പരിഗണനയിൽ ഇല്ല. അങ്ങനെ ഞാൻ പരിഗണിക്കില്ല, എല്ലാവർക്കും കൊടുക്കും. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചരിത്രത്തിന്റെ ഓരോ വശങ്ങളും ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചാൽ തീരൂല, നമ്മൾ പറഞ്ഞാൽ തീരൂല. അതിന് മാത്രം വിശാലമായ യാഥാർത്ഥ്യങ്ങളിലേക്കാണ്, റിയാലിറ്റിയിലേക്കാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിരമിച്ചുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുഗ്രഹിച്ചതുപോലെ എന്ന പ്രാർത്ഥന കൊണ്ട്, സലാത്ത് കൊണ്ട് നമ്മൾ ചേർത്ത് വെക്കുന്നിടത്തും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വിസ്മയമായി തന്നെ നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, മില്ലത്തെ ഇബ്രാഹിം എന്ന് പറയുന്നത് ഒരു ചെറിയ നിരീക്ഷണമായി നമ്മൾ മനസ്സിലാക്കരുത്. മില്ലത്തെ ഇബ്രാഹിം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മുമ്പിൽ ഏറ്റവും മാതൃകായോഗ്യനായി, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹ്, ഏതെങ്കിലും ഒരു പ്രവാചകനെ അല്ലാഹു ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടോ? ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഘത്തെ വിളിക്കുന്ന പേരാണ് ഉമ്മത്ത്. ഏത് സംഘത്തെ? ഒരു വലിയ സംഘം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി സമർപ്പിച്ച് പണിയെടുക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഉമ്മത്ത്. നമ്മൾ ഉമ്മത്ത് മുസ്ലിമാന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കൗമ് എന്നറിയപ്പെടാറില്ല. പലപ്പോഴും കൗമ് എന്ന് നമ്മൾ പലരും വിളിക്കാറുണ്ട്, വിശേഷിപ്പിക്കാറുണ്ട്. അതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്ങനെ? കൗമ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടമാണ്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാൻ തയ്യാറല്ലാത്ത, സ്വയം രക്ഷപ്പെടാൻ കഴിയുന്ന രക്ഷാമാർഗങ്ങളിൽ മാത്രം പരത്തിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും എങ്ങനെ കുതറി മാറാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആള്, അവരാണ് കൗമ് എന്ന് പറയുന്നത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം കൗമാണ്, അവര് ഉമ്മത്തല്ല. എന്താ അവര് കൗമായതെന്ന് ചോദിച്ചാല്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നമുക്ക് ഇന്ന നാട് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത ഭൂമിയാണ്, നമുക്ക് പോകണം, യുദ്ധം ചെയ്യണം, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യും, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. ഒഴിഞ്ഞു മാറാനുള്ള ഏത് പഴുതുകളെയും നോക്കിയിരിക്കുന്ന ആളുകൾ, അവര് കൗമാണ്, ആൾക്കൂട്ടമാണ്. മന്നയും സെൽവയും കിട്ടിയപ്പോഴും, കാർമേഘങ്ങളുടെ തടല് കിട്ടിയപ്പോഴും, കുടിക്കാൻ 12 നീരുറവകൾ ഉണ്ടായപ്പോഴും, മരുഭൂമിയിൽ തലചായ്ക്കാൻ ഇടം കിട്ടിയപ്പോഴും ഒക്കെ അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങളെയും ആസ്വദിച്ചുകൊണ്ടിരിക്കെ അള്ളാഹു പറഞ്ഞ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെ മാറി പോകാമെന്ന് ആലോചിച്ച സമൂഹം ഒരു കൗമാണ്. നമ്മുടെ ഉമ്മത്താണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു സമുദായം. ആ സമുദായത്തെ വിളിക്കുന്ന പേരിലാണ് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹ്. അദ്ദേഹം അള്ളാഹുവിന് വിധേയപ്പെട്ട ഒരു ഉമ്മത്ത്, ഒരു സംഘം നിർവഹിക്കുന്ന ദൗത്യം ഒറ്റക്ക് നിർവഹിച്ച മനുഷ്യനാണ്. ഹനീഫൻ വലം യകുൻ മിനൽ മുശ്രിക്കീൻ. ഹനീഫൻ, മനസ്സിൽ വേറെ ഒന്നും, ഒരു കളങ്കവുമില്ല, ഒരു കാപട്യവുമില്ല, ഒരു കലർപ്പുമില്ലാതെ
അള്ളാഹുവിൽ പങ്കുചേർക്കാതെ മുന്നോട്ട് പോയി. ശാക്കിറല്ലി അൻഉമിഹി, അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളോട് നന്ദി കാണിച്ചവൻ, അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളോട് നന്ദി കാണിച്ചവൻ. ഇതൊക്കെ ചേർത്ത് വെച്ചാലുണ്ടല്ലോ, പ്രിയമുള്ളവരെ, ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഇതൊക്കെ ചേർത്ത് വെച്ചാലും നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ഗൗരവപ്പെട്ട വശം ഏതാണെന്നറിയോ? നമ്മുടെ 5 നേരത്തെ നമസ്കാരത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ തുടക്കം ഏതാ? വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്. ഞാൻ എന്റെ മുഖം തിരിച്ചില്ല. മുഖം തിരിക്കാന്ന് പറഞ്ഞാൽ കേവലം ഒരു തിരിച്ചുവെക്കലല്ലോ, അതൊരു ആശയ സമ്പുഷ്ടമായ ജീവിതത്തിന്റെ ആവിഷ്കാരമാണ്. ഞാൻ എന്റെ മുഖം തിരിച്ചു എന്ന് പറയുന്നത് എന്റെ ജീവിതത്തെ തിരിച്ചു എന്നാ, അല്ലാതെ ഞാൻ എന്റെ മുഖം മാത്രം നിങ്ങൾ തിരിച്ചു വെച്ചിട്ട് അള്ളാഹ്ക്ക് എന്താ ആവശ്യമുണ്ട്? അല്ലെ, നമ്മൾ മുഖം മാത്രം അള്ളാഹുവിനടുത്തേക്ക് തിരിച്ചു വെച്ചാൽ അള്ളാഹുവിന് എന്തെങ്കിലും, അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല. ഇനി അവിടെ നിന്ന് ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ആ പ്രഖ്യാപനത്തിൽ നിന്നാണ് നമ്മുടെ നമസ്കാരം ആരംഭിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ആ പ്രഖ്യാപനത്തിൽ നിന്ന് നമ്മൾ അവസാനിപ്പിച്ചതോ, നമ്മുടെ നമസ്കാരം അവസാനിപ്പിച്ചതോ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പറയുന്ന പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ എന്തിനാ ഇതൊക്കെ ചെയ്യിച്ചതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴി മില്ലത്തെ ഇബ്രാഹിമാണ്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയല്ല, നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴി. ആ സഞ്ചരിക്കേണ്ട വഴിയെ നിങ്ങൾ തിരിച്ചറിയണം. ആ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോക്കിനെ കുറിച്ചാണ് സൂറത്തു നഹ്ലിലെ 120 മുതൽ തുടങ്ങുന്ന ആയത്തുകളിലൂടെ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വിശദീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം മുശ്രിക്കല്ല എന്ന് ആവർത്തിച്ച് പറയും. അദ്ദേഹം മുശ്രിക്കല്ല, അദ്ദേഹം അള്ളാഹുവിൽ പങ്കു ചേർത്തില്ല. ഈ പങ്കു ചേർക്കാത്ത കറകളഞ്ഞ ഋജുമാനസനായി എഴുന്നേറ്റ് നിൽക്കുന്ന ഇബ്രാഹിമുമാര് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു തലമുറയെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലെ മില്ലത്തെ ഇബ്രാഹിം എന്ന് പറയുന്ന ദൗത്യം എന്നാണ് സൂചിപ്പിച്ചു വന്നതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ വെളിച്ചം നമ്മുടെയും ജീവിതമാക്കി മാറ്റാൻ, ചരിത്രത്തിൽ ഇബ്രാഹിമും ഇസ്മായിലും ഹാജറയും ഒക്കെ ആയി മാറാനുള്ള തൗഫീഖ് നൽകിയ റഹ്മാൻ റഹീമായ നാഥൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ.